ഹായ്, അസ്സലാമു അലൈക്കും. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റോട് കൂടിയ നല്ലൊരു അടിപൊളി പായസം ഉണ്ടാക്കിയാലോ? അപ്പോൾ അതാക്കണ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ക്യാരറ്റ് എടുത്ത് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തിങ്ങനെ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലോണം വേവിച്ചെടുക്കാം. ക്യാരറ്റ് ഞാൻ പാത്രത്തിൽ വേവിക്കുന്നത് കട്ടില്ലാതാണ് കേട്ടോ ഞാൻ അരിഞ്ഞിട്ടത്. കട്ടിയിലാണെങ്കിൽ പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതാക്കണ നല്ലോണം തളിച്ച് വെന്തിക്കണം ഇട്ടത്. അപ്പോൾ ഒന്ന് സ്പൂണോണ്ടൊക്കെ ഒന്ന് കോരി ഒന്ന് കുത്തി വെക്കട്ടോ. അപ്പോൾ കട്ടില്ലാതെയാണ് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ വേവിക്കാൻ വെച്ചത്. അപ്പോൾ അതാക്കണ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടോ. ഇതിനി നമുക്ക് തീയൊക്കെ ഓഫാക്കി ഇങ്ങനെ ചൂടാറാൻ മാറ്റി വെക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഓട്സും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓട്സും ക്യാരറ്റും കൂടിയാണ് കേട്ടോ പായസം വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1/2 ലിറ്റർ പാലും കൂടി എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അത്യാവശ്യമൊക്കെ ഒന്ന് തിളച്ച് ഇങ്ങനെ നല്ലോണം ഒന്ന് ഒരുവിധം വറ്റി വരുമ്പോൾ അതിലേക്ക് ഓട്സിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് തൂക്കാതെ ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതെ തിളച്ച് തൂക്കാതെയൊക്കെ നല്ലോണം പാലാണല്ലോ പെട്ടെന്ന് തളിച്ച് ചിന്തും. അപ്പോൾ നോക്കി ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു കപ്പ് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഓട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഓട്സ് ആയതുകൊണ്ട് അതിനത്രയൊന്നും വേവ് ഉണ്ടാവില്ലല്ലോ. ചെറുതായിട്ടൊന്ന് കുറുകി വന്നതിൻ്റെ ശേഷം അതിലേക്ക് ചൂടാറിയ ക്യാരറ്റ് ഞാൻ അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് അരച്ചതും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചതാണ്. അപ്പോൾ അരച്ചതും കൂടി ഒന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു കപ്പിന് 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ എത്രയാണ് പഞ്ചസാര മധുരം വേണ്ടിയെന്ന് വെച്ചാൽ അതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലധികം പഞ്ചസാര മധുരം വേണമെങ്കിൽ ലേശം കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ മധുരമാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര മതി. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെങ്ങാനും നല്ലോണം ഇളക്കി കൊടുക്കാം. ഇളക്കി എങ്ങാനും ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടിയാൽ തീ ഓഫാക്കാം. പിന്നെ അത് ചൂട് തണിക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും കുറുകും. ഓട്സ് ആണല്ലോ, ഓട്സ് ലേശൊരു മുയിപ്പുണ്ടാകുമല്ലോ. ഓട്സ് കൂടിപ്പോണ്ട. ഓട്സ് കൂടിപ്പോയാൽ പിന്നെ ഈ ക്യാരറ്റിൻ്റെ ഇതും കൂടിയും പേസ്റ്റും കൂടി പാരുമ്പോൾ നല്ലോണം കട്ടി കൂടിപ്പോവും. ഓട്സ് ലേശം കുറച്ചെടുത്താൽ മതി. ഇപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ നല്ലോണം കട്ടി കൂടിപ്പോകുമല്ലോ. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒരുപാട് കട്ടിയായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനൊക്കെ എടുക്കുക. അപ്പോൾ ഇതാക്കണൊരു അത്യാവശ്യമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം വെന്തിങ്ങനെയൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ചൂട് തണിയുമ്പോൾ ഒന്നും കൂടിയും കുറുകി കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിക്കുന്നില്ല, അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും താളിപ്പൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ മതി. ഏലക്കായൻ്റെ പൊടിയൊന്നും ഇടുന്നില്ല. ഇനി ഒന്ന് അടിച്ച് വെക്കാൻ തീ ഓഫാക്കിയിട്ട്. അപ്പോൾ അടിച്ച് വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതാക്കണം ഞാൻ തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മതി. ഇപ്പോൾ കുടിക്കാൻ പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പായസം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓട്സും ക്യാരറ്റും നല്ല അടിപൊളി പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.